സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കൂറ്റിയാനിക്കൽ. ആകർഷകമായ വ്യക്തിത്വം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല. ഇതാ അതിനുള്ള ചില കുറുക്കുവഴികൾ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അവന്റെ വൈകാരിക പ്രകടനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ വിലപ്പെട്ടതാണ്. സംസാരം, പ്രവൃത്തി, ആംഗ്യങ്ങൾ മുതലായവയിലൂടെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ. ആയാസരഹിതമായ ഇടപെടലുകളാണ് ആകർഷകമായ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുന്നത്. അനുനയത്തോടെയുള്ള ഇടപെടൽ വഴി നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിയും. നല്ല ഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ കഴമ്പുണ്ടെങ്കിൽ അതിനെ ഉല്ലംഘിക്കാൻ അന്യർക്ക് മനസ്സുവരില്ല. അനുനയക്ഷമത വളർത്തിയെടുക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ അവരുടെ വീക്ഷണത്തിൽ നിന്ന് കാണുകയും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിശാലമായ വീക്ഷണം പുലർത്തുകയും ചെയ്യുന്നവർക്ക് അനുനയപ്പെടാതിരിക്കാൻ തരമില്ല. മറ്റുള്ളവരുമായി സഹകരണ മനോഭാവം പുലർത്തുക. സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുവാനുള്ള കഴിവ് ആർജിക്കുക. ജയപരാജയങ്ങളെ പക്വമായി കാണാനും വിലയിരുത്തുവാനും സാധിക്കുക. സ്വയം നിയന്ത്രിക്കാനും ക്രിയാത്മകമായ ലക്ഷ്യബോധത്തോടെ ജീവിക്കാനും ശ്രമിക്കുക. മറ്റുള്ളവരുമായി ഇഴുകിച്ചേരാനുള്ള കഴിവ് വളർത്തുക. സ്വയം വെളിപ്പെടുത്താനുള്ള തുറന്ന മനോഭാവം പുലർത്തുക. ഇതെല്ലാം ഉയർന്ന വൈകാരിക മാനമുള്ളവരുടെ വ്യക്തിത്വ പ്രത്യേകതകളാണ്. പഠനം കൊണ്ടും പരിശീലനം കൊണ്ടും പരിശ്രമം കൊണ്ടും ഉന്നതമായ വൈകാരിക പക്വത കൈവരിക്കാൻ കഴിയുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. മനുഷ്യ സംസ്കാരം കരുപ്പിടിപ്പിക്കപ്പെട്ടത് ഭാഷയുടെ വികാസത്തോടെയാണ്. ഭാഷയും ചിന്തയും പരസ്പരം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ചിന്തിക്കുക എന്നത് ആന്തരിക ഭാഷണമാണത്രേ. യഥാർത്ഥത്തിൽ ആശയങ്ങളുടെ കലവറയാണ് ഭാഷ. ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിലെ ജനതയെ വികാരഭരിതരാക്കാൻ കഴിയും. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനമാണല്ലോ ഇന്ത്യയിലെ ആയിരങ്ങളെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചത്. മാർക്ക് ആന്റണിയുടെ ഒറ്റ പ്രസംഗമാണ് ജൂലിയസ് സീസറെ വധിച്ച ബ്രൂട്ടസിനും കൂട്ടർക്കും എതിരെ വാളോങ്ങാൻ റോമൻ ജനതയെ പ്രേരിപ്പിച്ചത്. ഒരാൾക്ക് ഭാഷ എത്ര വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുവോ അത്രയും വികസിതമായിരിക്കും അയാളുടെ മാനസിക വ്യാപാരം. ഒരു വ്യക്തിയുടെ മനസ്സിന്റെ മാത്രമല്ല സമൂഹത്തിന്റെയും സമ്പന്നത ആ സമൂഹത്തിലെ ഭാഷയുടെ സൗന്ദര്യത്തെ ആധാരമായി നിൽക്കുന്നു. ക്രിയാത്മക ചിന്താശേഷിയാണല്ലോ ഒരു വ്യക്തിയെ സംസ്കാര സമ്പന്നനാക്കുന്നത്. നമ്മുടെ ജീവിത വീക്ഷണം, ആഗ്രഹം, കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം നമ്മുടെ വാക്കുകളിൽ പ്രകടമാകുന്നു. സുന്ദരമായ ഭാഷ ഉപയോഗിച്ച് സുന്ദരമായി സംസാരിക്കുന്നവരാണത്രേ സൗന്ദര്യമുള്ളവർ. സ്വന്തം ശൈലിയിൽ ചാരുത കണ്ടെത്തുന്നവരുടെ വ്യക്തിത്വം വിലമതിക്കാത്തവർ ആരുമുണ്ടാകില്ല. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നല്ല വിശ്വാസം. അന്ധവിശ്വാസങ്ങളോട് കഴിവതും വിട പറഞ്ഞ് കാര്യമാത്ര പ്രസക്തമായവയെ ബോധപൂർവം വിശ്വസിക്കുകയും ജീവിത വിജയത്തിന് വഴിവിളക്കായി കൂട്ടുചേർക്കുകയും ചെയ്യുക. ലോകപ്രശസ്ത സ്വതന്ത്ര ചിന്തകനായ റോബർട്ട് ഗ്രീൻ ഇംഗർസോളിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നമ്മൾ സ്വതന്ത്രരാകുന്നതാണ് നല്ലത്. ഭയത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിവർന്നു നിന്ന് ഒരു പുഞ്ചിരിയോടെ ഭാവിയെ നേരിടുക. ജീവിതത്തിലെ പരിഭവങ്ങളും പരിമിതികളും മറന്ന് കഴിഞ്ഞ കാലത്തിലെ സുന്ദര നിമിഷങ്ങളെ താലോലിച്ച് മൺമറഞ്ഞു പോയവരുടെ മുഖങ്ങളെ സ്മരിച്ച് ഭാവിയെക്കുറിച്ച് സുന്ദര സ്വപ്നങ്ങൾ നെയ്ത് നമ്മുടെ ഹൃദയമിടിപ്പിന്റെ സംഗീതം ശ്രവിച്ച് സ്വപ്നം കണ്ടും ചിന്തിച്ചും കഴിഞ്ഞുകൂടുക. നിങ്ങളുടെ ഭാവനയ്ക്ക് ചിറകുമുളയ്ക്കട്ടെ. കണ്ണുകൾ തുറന്ന് സത്യം കാണാൻ കഴിയട്ടെ. വിജ്ഞാനം നേടിയെടുക്കാനും ആവശ്യമുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും സർവേശ്വരൻ നിങ്ങൾക്ക് ശക്തി പകരട്ടെ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനുഷ്യജീവിതത്തെ ബലവത്തുള്ളതാക്കുന്നു. ക്രിയാത്മകമായി അവയോട് പ്രതികരിക്കണമെന്ന് മാത്രം. ഏവർക്കും ശുഭദിനാശംസകൾ. സുഭാഷിതമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കൂറ്റിയാനിക്കൽ.